ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മൾ ക്രോഷ്യ ബോ മേക്കിങ്ങിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ ഒരു കുഞ്ഞു മിനി ബോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കോട്ടൺ യാൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2mm ഹുക്കാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഹുക്കിൻ്റെ സൈസിനനുസരിച്ചിട്ടാണ് നമ്മളുടെ ബോൻ്റെ സൈസ് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ 2mm ഹുക്ക് എടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞു ബോ ആണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ കത്രിക വേണം. അപ്പോൾ ഈ ഒരു 3 ഐറ്റം മാത്രം മതി. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഈ ആണിൻ്റെ ഹുക്കിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്കിത് ചെയ്യാനായിട്ട്, ഈ ഒരു ബോ ചെയ്യാനായിട്ട് ആദ്യം മാജിക് റിങ് ചെയ്യണം. മാജിക് റിങ്ങിന് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഇതുപോലെ 2 ഫിംഗറിൽ നമ്മളെ യാണിന് ഇതുപോലെ എക്സ് ഷേപ്പിൽ ചുറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മളിത് ആദ്യം ചുറ്റിയ യാണിൻ്റെ അടിയിലൂടെ ഹുക്കിനെ കടത്തി മറ്റ് യാണിനെ ഇതുപോലെ വലിച്ചെടുക്കുക. അപ്പോൾ ഈ മാജിക് റിങ് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസിക് സ്റ്റിച്ചസിൻ്റെയൊക്കെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു ചെയിന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ മാജിക് റിങ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് ഈ മാജിക് റിങ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മാജിക് റിങ് കഴിഞ്ഞതിന് ശേഷം ഇനി ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചെയിൻ 3 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ചെയിൻ 1 നമ്മൾ യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് ആ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വലിച്ചെടുക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ചെയിൻ 2, ചെയിൻ 3. അപ്പോൾ നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് 4 ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യേണ്ടത്. മാജിക് റിങ്ങിലേക്ക് 4 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഡബിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് നമ്മൾ ഹുക്കിൽ യാണിനെ ഒന്ന് ചുറ്റി കൊടുക്കുക. യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഹുക്കിനെ മാജിക് റിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് യാൺ ഓവർ ചെയ്ത് ഇതുപോലെ എടുക്കുക. അപ്പോൾ നമുക്ക് 3 ലൂപ്പ് കിട്ടും. എന്നിട്ട് നമ്മൾ യാൺ ഓവർ ചെയ്യുക. ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ ഹുക്കിനെ എടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിൽ കൂടെ ഹുക്കിനെ എടുക്കുക. ഇതുപോലെയാണ് നമ്മൾ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ ബാക്കി 3 ഡബിൾ ക്രോഷ്യം കൂടെ ചെയ്യുക. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ ബേസിക് സ്റ്റിച്ചസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ചസൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ 4 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അങ്ങനെ ഇവിടെ 4 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കഴിഞ്ഞ് ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡും കൂടെ ചെയ്യണം. ആദ്യം ഈ ഒരു സൈഡ് ക്ലോസ് ചെയ്യാനായിട്ട് നമുക്ക് 3 ചെയിൻ ചെയ്ത് കൊടുക്കുക. ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3. ഇനി നമ്മൾ മാജിക് റിങ്ങിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഹുക്കിനെ മാജിക് റിങ്ങിലേക്ക് ഇതുപോലെ കടത്തി നമ്മൾ യാൺ ഓവർ ചെയ്തെടുക്കുക. നമ്മളെ ലൂപ്പ് ഹുക്കിന് മുകളിലുള്ള ലൂപ്പിലേക്ക് ഇതുപോലെ നമ്മൾ വലിച്ച് എടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ആ ഒരു റൗണ്ട് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് അപ്പുറത്തെ സൈഡിലേക്കും ഇതുപോലെ ചെയ്യാനായിട്ട് നമ്മൾ വീണ്ടും ചെയിൻ 3 ചെയ്യുക. ഈ സെയിം സംഭവം തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. ചെയിൻ 2, ചെയിൻ 3. ഇനി നമ്മൾ 4 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്ലോ ആക്കിയിട്ട് കാണുന്നുണ്ടെങ്കിൽ സ്ലോ ആക്കിയിട്ട് കാണുക. അപ്പോൾ നമ്മൾ ഇവിടെയും 4 ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ, അങ്ങനെ ഇവിടെ ഞാൻ 4 ഡബിൾ ക്രോഷ്യയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ റൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് 3 ചെയിൻ ചെയ്യുക. ചെയിൻ 2, ചെയിൻ 3, അങ്ങനെ 3 ചെയിൻ ചെയ്തിട്ട് പിന്നെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്ക് നമ്മളുടെ ബോനെ ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കണം. ആ സെൻറ്ററിലുള്ള ഹോള് ക്ലോസ് ചെയ്യാനായിട്ട് നമ്മൾ മാജിക് റിങ്ങിൽ വർക്ക് ചെയ്യാത്ത യാണില്ലേ, ആ യാണിനെ പിടിച്ചൊന്ന് ഇതുപോലെ ഒന്ന് വലിച്ചെടുത്താൽ നമുക്ക് ആ ഒരു ഹോള് ക്ലോസ് ചെയ്തിട്ട് ടൈറ്റായിട്ട് കിട്ടും. അപ്പം നമ്മൾ ഏകദേശം നമ്മളെ ബോൻ്റെ ഷേപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ടൈറ്റാക്കി നോക്കുക. ഇനി നമുക്ക് ഫാസ്റ്റനിങ് ഓഫ് ചെയ്യണം. നമ്മൾ വർക്ക് ചെയ്ത യാണിനെ കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ലൂപ്പിൽ കൂടെ തന്നെ ആ ഒരു യാണിനെ വലിച്ചെടുക്കുക. എന്നിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ത്രെഡ് അഴിഞ്ഞു പോരാതിരിക്കാനൊക്കെയാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. ഞാൻ യാണോവർ ചെയ്തെടുത്ത് യാണ് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. അതാണ് അവിടെ ചെയ്യാനായിട്ട് പറ്റാത്തത്. അപ്പോൾ ഞാൻ വീണ്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്യാത്ത യാണിനെയാണ് ഇതുപോലെ ഫാസ്റ്റനിങ് ഓഫ് ചെയ്യാനായിട്ട് യാണോവർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു ഹോളും കൂടെ ക്ലോസ് ചെയ്തെടുത്താൽ നമ്മളെ ബോ ഇവിടെ സെറ്റാവും. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ സെൻറ്ററിലൂടെ ഒരു ത്രെഡ് വെച്ചിട്ട് കെട്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാതെ ഇതുപോലെയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇതുപോലെ ചെയ്യാം കേട്ടോ. ഇനി ജസ്റ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് ബാക്കിലേക്ക് ആ ഒരു യാണിനെ വലിച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ബോൻ്റെ ഷേപ്പ് കിട്ടും. ഇത് നമ്മൾ ബേബീസിൻ്റെ ബൂട്ടീസിലും അതുപോലെ തന്നെ ഹെഡ് ബാൻഡിലും ഡ്രസ്സിൻ്റെയൊക്കെ സൈഡിലൊക്കെ വെക്കാനായിട്ടൊക്കെ നമുക്ക് ഇതുപോലെയുള്ള മിനി ബോസ് സെറ്റ് ചെയ്യാം കേട്ടോ. നല്ല ക്യൂട്ടായിരിക്കും കാണാനായിട്ട്. ഒന്നും കൂടെ ഷേപ്പ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലൂടെ ഞാൻ ജസ്റ്റ് യാണിനെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മാജിക് റിങ് ചെയ്തതിൻ്റെ വർക്ക് ചെയ്യാത്ത യാണുണ്ടല്ലോ, അതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ബാക്കിയുള്ള ഈ ഒരു യാണിനെ നമുക്കതിൻ്റെ ബാക്കിൽ തന്നെ ആയിട്ട് ഒന്ന് ഹുക്ക് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് കോർത്തെടുക്കുന്നുണ്ട്. ഓരോ സ്റ്റിച്ചിലേക്കും ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ബോ ഒന്നും ത്രെഡൊന്നും അഴിഞ്ഞു പോരില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് നീഡിൽ വെച്ചിട്ടും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഹുക്ക് വെച്ചിട്ട് തന്നെ അങ്ങോട്ട് ചെയ്യാണ്. ഇതുപോലെ നമ്മൾ ആ യാണ് തീരുന്നത് വരെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ കുറച്ച് സ്റ്റിച്ചിലേക്ക് ചെയ്തിട്ട് ബാക്കി യാണിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അങ്ങനെ ഈ സെയിം മെത്തേഡ് തന്നെ ഞാൻ ഓരോ സ്റ്റിച്ചിലേക്കും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യൂട്ടായിട്ടുള്ള ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാനിതിൻ്റെ സെൻറ്ററിലായിട്ട് യാണിനെ ചുറ്റിയിട്ട് ഒന്നും കൂടെ ക്യൂട്ടാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഒന്നും കൂടെ ക്യൂട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സെൻറ്ററിലൂടെ യാണിനൊന്ന് ചുറ്റിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒരു യാണ് ചുറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ ഒന്ന് കെട്ടിയിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ബാക്കിയുള്ള യാണ് നിങ്ങൾക്ക് കട്ട് ചെയ്ത് മാറ്റണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം. ഞാൻ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നെക്സ്റ്റ് ട്യൂട്ടോറിയൽ ഏത് വേണമെന്നുള്ളത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.